പെൺപക്ഷികൾക്ക് പറക്കാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടെങ്കിൽ പെൺപക്ഷിക്ക് ചിറക് കൊടുക്കില്ലായിരുന്നു. ആണിനും കൊടുത്തിട്ടുണ്ട്, പെണ്ണിനും കൊടുത്തിട്ടുണ്ട്. അതെന്തിനായിരുന്നു? ഈ പറക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. എന്നിട്ട് പറയുന്നു, നീ നിന്റെ വീട്ടിൽ മാത്രം ഇരിക്കും, നിന്റെ ഭർത്താവിനെ നോക്കി ജീവിക്കും, നിന്റെ മക്കളെ മാത്രം നോക്കി ജീവിക്കും എന്ന് പറയുന്നു. ഏത് വിധത്തിലെ ന്യായം? ആൺകിളിക്കും പടച്ചോൻ ചിറക് കൊടുത്തുക്കണു, പെൺകിളിക്കും പടച്ചോൻ ചിറക് കൊടുത്തുക്കണു. പക്ഷെ ആ ആൺകിളിക്കും പെൺകിളിക്കും പടച്ചോൻ കൊടുക്കാത്തതൊന്നുണ്ട്. അതെന്താണെന്നറിയോ? ഹിസാബ്, മാഷറ, നരകം, ദീനിന്റെ വിധിവിലക്കുകൾ. അല്യവും അക്കുമൽത്തിലക്കും ദീനക്കും, നിങ്ങൾക്ക് ദീനിനെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ഇത് കിളിയോടല്ല പറഞ്ഞത്, മനുഷ്യരോടാണ്. അപ്പൊ ആ ദീനിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ഒരു മനുഷ്യന്, ഒരു മുസ്ലിമായ മനുഷ്യൻ ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യനെ കിളിയോട് ഉപമിക്കാൻ കഴിയുക? ആൺകിളിയും പെൺകിളിയും ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പാറി പോകുന്നുണ്ട്, അവരിഷ്ടമുള്ള സ്ഥലത്ത് കാഷ്ടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യന് അങ്ങനെ ചെയ്യാൻ കഴിയും? ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് അബൂബക്കർ തങ്ങൾ കരഞ്ഞത്. ഒരു കൊമ്പിൽ നിന്ന് മറ്റേ കൊമ്പിലേക്ക് പാറി കളിച്ച് നടക്കുന്ന കിളിയെ കണ്ടപ്പോൾ, പടച്ചവനെ ഞാനൊരു കിളിയായില്ലല്ലോ എന്ന്. എന്തേ? കിളിക്ക് ഹിസാബില്ല, നരകല്ല, മാഷറല്ല. ഒരു മനുഷ്യന് ഇതൊക്കെ ഉണ്ട്, നരകവും ഹിസാബും മാഷറൊക്കെ ഉണ്ട്. അതുകൊണ്ട് പെൺകിളിക്ക് ചിറകുണ്ട്, ആ ചിറക് ഉപയോഗിച്ച് പെൺകിളി പറന്ന് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പറന്ന് നടക്കാനേ ഒരു ദീനുള്ള സ്ത്രീക്ക് കഴിയൂല. നിങ്ങൾക്ക് ദീനില്ല, അതുകൊണ്ട് ദീനുള്ള സ്ത്രീകളെ പേപ്പിക്കങ്ങൾ നോക്കണ്ട.